ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച് ഹൂതി വിമതർ റാഞ്ചിയ കപ്പലിലെ ജീവനക്കാരെ ഒടുവിൽ വിട്ടയച്ചിരിക്കുകയാണവർ. 2023 നവംബർ 19 പിടികൂടിയ ഗാലക്സി ലീഡർ എന്ന കപ്പലിലെ 25 ജീവനക്കാരെയാണ് 14 മാസങ്ങൾക്ക് ശേഷം മോചിപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേലി സമ്പന്നനായ എബ്രഹാം റാമി ഉംഗറുമായി ബന്ധമുള്ള കപ്പൽ യമൻ തീരത്ത് നിന്നാണ് ഹൂതി സേന പിടിച്ചെടുത്തത്. ജീവനക്കാരെ വിട്ടയച്ച വിവരം ഹൂതികളുടെ ഉടമസ്ഥതയിലുള്ള അൽ മസീറ ടിവിയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഗാസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന പശ്ചാത്തലത്തിലാണ് പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. കൂടാതെ വിട്ടയച്ച ജീവനക്കാരെ ഒമാന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കാതെ ഇസ്രായേൽ ബന്ധമുള്ള ചരക്കു കപ്പലുകൾ ചെങ്കടൽ വഴി കടത്തിവിടില്ലെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ജാപ്പനീസ് കമ്പനി നടത്തിപ്പിനെടുത്ത കപ്പൽ ചെങ്കടൽ വഴി സഞ്ചരിക്കുന്നതിനിടെ പിടികൂടുകയും ചെയ്തത്. തുടർന്ന് ഹൂതി സായുധ വിഭാഗത്തിനായിരുന്നു യമനിലെ ഹുദൈദ പ്രവിശ്യയിലെ തുറമുഖത്ത് അടുപ്പിച്ച കപ്പലിന്റെ നിയന്ത്രണം. യുക്രൈൻ, മെക്സിക്കോ, ഫിലിപ്പൈൻസ്, ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിലെ ജീവനക്കാർ. എന്നാൽ ഇസ്രായേലിന് കടുത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ ഹൂതികൾ ഇതിലൂടെ നൽകിയിരിക്കുന്നത്. കരാർ ലംഘിച്ച് വീണ്ടും കളിയിറക്കിയാൽ താങ്ങാവുന്നതിലും അപ്പുറമുള്ള തിരിച്ചടി നൽകുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. കാരണം വെടിനിർത്തലിൽ കരാറിൽ ഇസ്രായേലിനകത്തു നിന്ന് തന്നെ രണ്ടഭിപ്രായം ഉയർന്നു കഴിഞ്ഞു. കടുത്ത എതിർപ്പ് മൂലം നെതന്യാഹു പുറത്താകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഒരു ആക്രമണവുമായി നെതന്യാഹു വരുമെന്നും ഉറപ്പായിരിക്കുകയാണ്. ഇത് മുന്നിൽ കണ്ടാണ് ഹൂതികളുടെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. 470 ദിവസത്തെ വംശഹത്യയ്ക്ക് ശേഷം യുദ്ധത്തിന്റെ നിലവിലെ സ്ഥിതിഗതികൾ ഇസ്രായേലിന് എതിരും ഹമാസ് ചെറുത്തുനിൽപ്പിന്റെ വിജയവുമായി വിശേഷിക്കപ്പെടുന്നതിനാൽ തന്നെ സ്വന്തം രാജ്യത്തു നിന്ന് നെതന്യാഹുവിന് സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കാൻ സാധ്യത വളരെ കുറവാണെന്നാണ് വിലയിരുത്തൽ. യുദ്ധം അവസാനിപ്പിക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലും അത് ഇനി നടപ്പിലാക്കാൻ നെതന്യാഹുവിന് സാധിക്കില്ല. പക്ഷേ യുദ്ധം തുടരുകയാണെങ്കിൽ ഹമാസും ഹമാസ് ചേരികളും ശക്തമായി തന്നെ പ്രത്യാക്രമണം നടത്തുമെന്നും അതിൻ്റെ ആഘാതം വലുതായിരിക്കുമെന്നും നെതന്യാഹുവിന് വ്യക്തമായിട്ടുണ്ട്. കൂടാതെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്ന കാലഘട്ടത്തിൽ ഏതെങ്കിലും എടുത്തുചാട്ടത്തിന് നെതന്യാഹു മുതിർന്നാൽ തക്കതായ തിരിച്ചടി നൽകുമെന്ന് യമനും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതു മുതൽ രാജ്യത്ത് നിക്കക്കള്ളില്ലാത്ത അവസ്ഥയിൽ ആയിരിക്കുകയാണ് നെതന്യാഹു. നെതന്യാഹുവിൻ്റെ സഖ്യ സർക്കാരിലെ തീവ്ര വലതുപക്ഷ ഘടകകക്ഷികൾക്കിടയിൽ ഗാസ ഉടമ്പടി രാഷ്ട്രീയ കലാപത്തിലേക്ക് തന്നെ വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. കരാറിൽ പ്രതിഷേധിച്ച് മന്ത്രിമാർ രാജിവെക്കുകയും മന്ത്രിസഭയിൽ അട്ടിമറി നടക്കുകയും ചെയ്തുവെന്നാണ് വാർത്തകൾ. സയനിസ്റ്റ് റൈറ്റ്സ് പാർട്ടികളായ ഷാസ് സ്ട്രോമിക്കിൻ്റെ റിലീജിയസ് സയനിസം, യുണൈറ്റഡ് തോറ ജൂഡയിസം, ഓർത്തഡോക്സ് നോം, ന്യൂ ഹോപ്പ്, യുണൈറ്റഡ് റൈറ്റ് എന്നിവയുൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണയോടെയാണ് നെതന്യാഹു നേരിയ ഭൂരിപക്ഷം ഇപ്പോൾ നിലനിർത്തിപ്പോരുന്നത്. നെതന്യാഹുവിനെതിരായ വിരുദ്ധ അഭിപ്രായങ്ങൾ രാജ്യത്ത് തലപൊക്കി തുടങ്ങിയെന്നും വാർത്തകൾ വരുന്നുണ്ട്. പുതിയ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഇസ്രായേൽ രാഷ്ട്രീയം അസ്ഥിരപ്പെടുമെന്നും തലപ്പിനില്ലാത്ത നിലയിലേക്ക് രാജ്യം എത്തുമെന്നും വിലയിരുത്തലുണ്ട്. ഹമാസിന്റെ കയ്യിലെ ബന്ദികളെ മോചിപ്പിക്കാനും ഹമാസിനെ നശിപ്പിക്കാനുമുള്ള നെതന്യാഹുവിൻ്റെ സകല ലക്ഷ്യങ്ങളും ഇപ്പോൾ പെരുവഴിയിലായെന്ന് വേണം പറയാൻ. ഈ വർഷം ഇസ്രായേലിൽ ഒരു തിരഞ്ഞെടുപ്പിനുള്ള സാധ്യതയും കോപ്പുകൂട്ടുന്നുണ്ട്. പക്ഷേ അതിൽ വിജയിക്കുന്നത് നിലവിൽ മുഖഛായ നഷ്ടപ്പെട്ട നേതാവെന്ന നിലയിൽ നെതന്യാഹുവിന് സാധിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിനെ തറപറ്റിച്ചതിൽ ഹമാസിനെയും പലസ്തീനിയൻ ജനതയെയും ഹിസ്ബുള്ളയും അടക്കമുള്ള സംഘടനകളും അഭിനന്ദിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിനും നമ്മുടെ പ്രദേശത്തിനുമെതിരായ സയനിസ്റ്റ് അമേരിക്കൻ ആക്രമണത്തെ നേരിടുന്നതിൽ പിന്തുടരേണ്ട ഒരു മാതൃകയാണിതെന്നും ഹിസ്ബുള്ള നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. പലസ്തീൻ ജനതയ്ക്കെതിരെ ശത്രുക്കൾ നടത്തുന്ന കുറ്റകൃത്യങ്ങളിലും വംശഹത്യയിലും പൂർണ്ണ പങ്കാളിയാണ് അമേരിക്കയും. അതുകൊണ്ട് സമാന മാതൃകയിലുള്ള ആക്രമണം ഇനി അവർക്കെതിരെയും നടത്തിയാലും തെറ്റില്ലെന്നും അവർ വിലയിരുത്തുന്നുണ്ട്.